ലഹരിമുക്ത ഇന്ത്യക്കായി കേന്ദ്ര സർക്കാർ ലഹരി തുടച്ചു നീക്കാൻ യുവാക്കളെ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. അടുത്ത 100 ഞായറാഴ്ചകൾ ഒരു സ്വപ്നത്തിലേക്കുള്ള ചുവടുവെപ്പ് നരേന്ദ്രമോദി. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലഹരി ഇല്ലാതാക്കണമെന്ന് മോദി. പാകിസ്ഥാനിൽ നിന്നെത്തിയ ലഹരി വസ്തുക്കൾ പിടികൂടി സൈന്യം. 76 കോടിയുടെ ലഹരി പിടികൂടിയത് 4 സംസ്ഥാനങ്ങളിൽ നിന്ന്. കൊച്ചി തീരത്ത് ഒഴിവായത് വൻ അപകടം. രാത്രി എത്തിയ SSL മുംബൈ കണ്ടെയ്നർ ഷിപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. തീരത്തേക്കടുത്ത കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിയത് പാഞ്ഞെത്തിയ ടഗ് ബോട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷം. മരണം 10ആയി. 8 പേരെ കാണാനില്ല. 27 വീടുകൾ തകർന്നു. പെരുമഴയ്ക്ക് നേരിയ ശമനം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സഹായം തേടി MLA-മാർ. എല്ലാവരും ഒന്നിച്ചിറങ്ങണമെന്ന് മുഖ്യമന്ത്രി. വീണ്ടും മരണക്കെണിയായി തിരുവനന്തപുരം മുതലപ്പുഴി. ഫ്രീമോന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വള്ളം മറിഞ്ഞ് കാണാതായ ഷിജനായി തിരച്ചിൽ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും രംഗത്ത്. കേരള തീരത്തെങ്ങും കനത്ത കടലാക്രമണം. പമ്പ കരകവിഞ്ഞത് 3 മണിക്കൂർ കൊണ്ട്. ആറന്മുള നെല്ലാട് ഇപ്പോഴും വെള്ളത്തിനടിയിൽ. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഉരുൾപൊട്ടിയ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടം. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. ആലപ്പുഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്. മധ്യകേരളത്തിലും മഴ കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽക്ഷോഭം കടുത്തു. വീടുകളിൽ വെള്ളം കയറി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം തന്നെയല്ലേ, എത്ര കൊല്ലമായി പറയണത്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ആരും തിരിഞ്ഞു നോക്കാറും കൂടി ഇല്ല. ഉപ്പ് കയറി വശകേടായി. ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഇന്നലെ വെള്ളം കയറാട്ടത്. ഏറ്റവും വരുമ്പോൾ വെള്ളം ശക്തിയായിട്ട് കയറുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ ഇക്കുറി വെള്ളക്കെട്ടില്ല. മൂവാറ്റുപുഴയിൽ ജലനിരപ്പ് താഴുന്നു. ഇടുക്കിയിൽ മഴ തുടരുന്നത് ആശങ്ക. പെരിയാറിലും മുതിരപ്പുഴയാറിലും ശക്തമായ ഒഴുക്ക്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വടക്കൻ കേരളത്തിലും സ്ഥിതി നിയന്ത്രണ വിധേയം. കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ഭീഷണി. ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ മഴയുടെ ശക്തിക്ക് നേരിയ കുറവ്. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.4% മാത്രം വെള്ളം. മുല്ലപ്പെരിയാറിൽ 116.7 അടി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. കർണാടകത്തിലും കനത്ത മഴ. ശിവമോഗയിൽ മണ്ണിടിഞ്ഞ് കുഞ്ഞടക്കം 3 പേർ മരിച്ചു. ദുരന്തം പുലർച്ചെ 2:30 കുടകിലും മഴ ശക്തി പ്രാപിച്ചു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തുടരുന്നു. തെറ്റില്ലെന്ന് മന്ത്രിമാർ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് PC വിശ്വനാഥ്. പരിഹസിച്ച് CPM. ഇന്നലെ പറഞ്ഞത് എന്തെന്ന് ഓരോ തവണയും സ്വയം ആലോചിക്കണമെന്ന് P രാജീവ്.